അഹങ്കാരം എന്ന വാക്ക് നമ്മളെല്ലാം കേട്ടിട്ടുണ്ട്. ഒരു കുഞ്ഞിന് എന്തെങ്കിലും കാര്യങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ കുഞ്ഞ് തീർച്ചയായും അതിൻ്റെ അമ്മയെ ആശ്രയിക്കും. അമ്മയ്ക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അമ്മ ഗൃഹനാഥനെ ആശ്രയിക്കും. ഗൃഹനാഥന് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ സമൂഹത്തിൽ അതുമായി ബന്ധപ്പെട്ട മറ്റുള്ള ആരെയെങ്കിലും ആശ്രയിക്കും. കുഞ്ഞിന് അമ്മയെ ആശ്രയിക്കുന്നതിൽ ഒരഹങ്കാരവുമില്ല, അല്ലെങ്കിൽ അമ്മയ്ക്ക് ഗൃഹനാഥനെ സമീപിക്കുന്നതിൽ ഒരഹങ്കാരവുമില്ല. ഗൃഹനാഥന് സമൂഹത്തിൽ ആരെയെങ്കിലും ആശ്രയിക്കുന്നതിൽ ഒരഹങ്കാരവുമില്ല. ശ്രീരാമകൃഷ്ണ വചനാമൃതത്തിൽ ഒരു ഭാഗത്ത് ശ്രീരാമകൃഷ്ണദേവൻ ഈ അഹങ്കാരത്തെ വിശദീകരിക്കുന്നുണ്ട്. എനിക്കത് സാധിക്കും എന്ന് ഓരോരുത്തരും വിചാരിച്ചാൽ ഒരുപക്ഷെ പല കാര്യങ്ങളും സാധ്യമാകാതെ വരും, അല്ലെങ്കിൽ തക്ക സമയത്ത് സഹായം ലഭിക്കാതെ വരും. ഈ ആശ്രയത്വം, നമ്മൾ ഈശ്വരന് മാത്രമേ എല്ലാം സാധിച്ചു തരാൻ സാധ്യമാകൂ എന്ന് അടിയുറച്ചു വിശ്വസിക്കുകയാണെങ്കിൽ ഈശ്വരൻ എല്ലാം സാധിച്ചു തരുമെന്ന് ശ്രീരാമകൃഷ്ണദേവൻ പറയുന്നു. അക്കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. ഒരു ധനികനായ മനുഷ്യൻ്റെ കഥയുണ്ട്. ഇദ്ദേഹം നാട്ടിൽ ഒട്ടനവധി കാര്യങ്ങൾ സമൂഹത്തിന് വേണ്ടി ചെയ്തിട്ടുമുണ്ട്. പക്ഷേ ഇദ്ദേഹം ഈ ചെയ്ത ഉപകാരങ്ങളുടെ എല്ലാം മുകളിൽ അദ്ദേഹത്തിൻ്റെ പേര് എഴുതി വെക്കാൻ മറക്കാറില്ല. ഈ ചെയ്ത സഹായങ്ങളൊന്നും സമൂഹം ഇതുമൂലം വലിയ വിലമതിക്കുകയുണ്ടായില്ല. ഇവിടെ സംഭവിച്ചത് എന്താണ്? സമൂഹത്തിന് ഉപകാരം ചെയ്തെങ്കിലും അയാൾക്കതിന് വേണ്ട മാന്യത ലഭിച്ചില്ല, അല്ലെങ്കിൽ ആദരവ് ലഭിച്ചില്ല. അയാൾ ചിന്തിച്ചത്, അയാൾ ഈ ചെയ്ത സഹായങ്ങളെല്ലാം അയാളുടെ കഴിവ് കൊണ്ടാണ് എന്നുള്ള ഒരഹങ്കാരം ആ പേരെഴുതി വെക്കുന്നതിലുണ്ടായിരുന്നു. മറിച്ച് ഇതെല്ലാം ഈശ്വരൻ്റെ കൃപയാണ്, ഈശ്വരൻ എന്നെക്കൊണ്ടിത് ചെയ്യിച്ചു എന്ന ഒരു ഭാവമായിരുന്നുവെങ്കിൽ സമൂഹം അങ്ങേയറ്റം മാനിക്കുമായിരുന്നു. സമൂഹം മാനിച്ചില്ലെങ്കിലും ഈശ്വരൻ്റെ പരിഗണനയിൽ ആ ആൾ ഉണ്ടാകുമായിരുന്നു. അഹങ്കാരം എങ്ങനെയാണ് ഈശ്വരനിൽ നിന്ന് നമ്മെ അകറ്റുന്നത് എന്നുള്ളതിന് ഒരു ഉദാഹരണമായി ശ്രീരാമകൃഷ്ണദേവൻ പറയുന്ന കഥയാണിത്.